ഹലോ! അപ്പോൾ നമുക്കിന്നൊരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗ് ആയാലോ? അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അത്ര വലിയ ഷോപ്പിംഗൊന്നും അല്ല. നമ്മുടെ കോച്ചിങ് സെൻ്ററിൽ ഓണപ്പരിപാടിക്ക് വേണ്ടിയിട്ട് നമുക്ക് മൂന്നൂർക്ക് സെറ്റ് സാരി ഉടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പട്ടുപാവാടയും ബ്ലൗസും ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് സെറ്റ് സാരി ആക്കാം, ഒരേപോലത്തെ ബ്ലൗസ് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്താണ് പോകുന്നത്. പക്ഷേ ഇതൊന്നുമല്ല നടന്നത്. അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് ഒന്ന് പ്ലാൻ ചെയ്ത് പോകും. അവിടെ ചെല്ലുമ്പോൾ ഒരു ബന്ധമില്ലാത്തതായിരിക്കും എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെ ഓൾറെഡി എനിക്ക് സൂര്യ ചേച്ചിക്ക് സെറ്റ് സാരി ഉള്ളതുകൊണ്ട് ദേവുവിന് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ ഞാൻ കുറേ സെറ്റ് സാരിയും കാര്യങ്ങളൊക്കെ നോക്കി. ഇതാണ് ദേവ്, അപ്പുറത്തേക്കുന്നത് സൂര്യ ചേച്ചി, ഈ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവളൊരു സെറ്റ് സാരി സെലക്ട് ചെയ്ത അവസാനം അങ്ങനെ അതിനെന്നാൽ ബ്ലൗസ് മെറ്റീരിയൽ നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയി, അടുത്ത സെക്ഷനിൽ പോയി. അങ്ങനെ അവിടെ ചെന്ന് കുറേ ബ്ലൗസ് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നോക്കി. അവൾക്ക് ഒന്ന് രണ്ടെണ്ണം ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെയും എനിക്ക് സൂര്യ ചേച്ചിക്ക് സെറ്റ് സാരി വേണോ, കളർ സാരി ആക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പറഞ്ഞപ്പം എന്നാൽ ദേവ് പറഞ്ഞാൽ അവളും സെറ്റ് സാരി കൊണ്ടുപോയി മാറും, അവൾക്ക് വേണ്ട, നമുക്ക് ഒരുപോലെ ഉടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഞങ്ങൾ എന്നാൽ കയ്യിലുള്ള സാരിക്ക് തന്നെ ബ്ലൗസ് മെറ്റീരിയൽ ഒന്ന് പുതിയത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കുറേ നോക്കി, വെച്ചൊക്കെ നോക്കി. അപ്പോൾ കളറുമായിട്ട് അപ്പോൾ എന്തോ അങ്ങോട്ടോ എന്താ ഒരു മനസ്സിനൊരു സംതൃപ്തി വരുന്നില്ല. അവസാനം ഞങ്ങൾ ആ പ്ലാനും മാറ്റിയിട്ട് എന്നാൽ ധാവണി ആക്കിയാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ പിന്നെ ധാവണി, എനിക്കും സൂര്യ ചേച്ചിക്കും ധാവണി കയ്യിലുള്ളതുകൊണ്ട് ഇനി വീണ്ടും വാങ്ങിച്ച് പൈസ കളയണ്ടെന്ന് വിചാരിച്ച് എടുക്കണ്ടെന്ന് വിചാരിച്ച്. അപ്പോൾ ദേവുവിനില്ലാത്തതുകൊണ്ട് എന്നാൽ അവൾക്ക് ധാവണി നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത് ധാവണി സെക്ഷനിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഈ കളർ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദേവുവിനും ഇഷ്ടപ്പെട്ട്. പക്ഷേ എന്നാലും അവൾക്ക് ഒരു രണ്ട് മനസ്സുണ്ടായിരുന്നു, ഇത് വേണോ വേറെ എടുക്കണോ എന്നുള്ള. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇഷ്ടപ്പെട്ട് നല്ല കളറായി അവൾക്ക് ചേരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവസാനം അവൾ ഇത് തന്നെ എടുത്ത്. ഈ ധാവണിയുടെ പിന്നിൽ വേറൊരു കഥ വരുന്നുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം. അങ്ങനെ ഈ ധാവണി തന്നെ എടുത്ത്. അവൾ ഇതിനിടയ്ക്ക് വേറൊരു ധാവണി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതത്ര കളർ അത്ര പോരായിരുന്നു, എന്തോ ഒരു മങ്ങിയ കളർ പോലെ തോന്നി. അപ്പോൾ അവസാനം അവൾ ഇത് തന്നെ എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങളെന്നാൽ ഓഫറിൽ കിടക്കുന്ന ടോപ്പും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി. അങ്ങനെ ഓഫറിൽ കിടന്നതാണെങ്കിലും അടിപൊളി മെറ്റീരിയലും ക്വാളിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാനൊരു ടോപ്പ് എടുത്ത്. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. സൂര്യ ചേച്ചി ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, ദേവുവിന് വേണ്ടാന്ന് പറഞ്ഞ്. സൂര്യ ചേച്ചി എടുത്തത് ആ കൈ ഇരിക്കുന്ന ബ്ലൂ ആട്ടോ. അപ്പോൾ സൂര്യ ചേച്ചി അതെടുത്തു, ഞാനൊരു ടോപ്പ് എടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്ത് താഴെ വന്നപ്പം അവിടെ ഷോപ്പിനോട് ചേർന്ന് തന്നെ, ഷോപ്പിൻ്റെ താഴെ തന്നെ ബില്ല് പേ ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ എന്താ ഇയറിങ്സും ബ്യൂട്ടി പ്രോഡക്റ്റ്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പ് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ എന്നാൽ അവൾക്ക് ചേരുന്ന ഇയറിങ്സ് നോക്കാമെന്ന് പറഞ്ഞ് അവിടെ കയറി നോക്കി. അവിടെ നോക്കൽ മാത്രമേ നടന്നുള്ളൂ, വാങ്ങലൊന്നും നടന്നില്ല. അങ്ങനെ പിന്നെ ഇതിൻ്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് എന്നാൽ വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് കയറി. അങ്ങനെ ലെമൺ ജ്യൂസും ചിക്കൻ സമൂസയും കഴിച്ച്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കഥ ഞാൻ പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവു ഇന്ന് രാവിലെ, അതായത് ഞാൻ ഈ വീഡിയോ ഞങ്ങൾ ഈ ഷോപ്പിംഗ് നടത്തി പിറ്റേ ദിവസം രാവിലെ വിളിച്ചിട്ട് എടുത്ത് പറയുന്നത് അവൾ കരുനാഗപ്പള്ളി നിൽക്കുക, ധാവണി മാറാൻ വന്നതാണ്, അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഓൾറെഡി എനിക്ക് ആ ധാവണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, സൂര്യ ചേച്ചിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ എന്തോ എനിക്കത് വിട്ടുകൊടുക്കാൻ മനസ്സ് വന്നില്ല. ഞാൻ പറഞ്ഞു വേണ്ട, നീ അത് കൊണ്ട് കൊടുക്കണ്ട, ഞാനത് എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾ പോയി എടുത്തത് സെറ്റ് സാരിയും അന്ന് നമുക്കൊരു ബ്ലൗസ് മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ അവൾ വീണ്ടും പോയി പൊക്കിയെടുത്തത്. അങ്ങനെ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് കറങ്ങി തിരിഞ്ഞാലും നമ്മുടെ കയ്യിൽ തന്നെ വരും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. ടാറ്റാ.